കൂലിക്ക് മുൻപ് രജനീകാന്തിനെ വില്ലനാക്കി മറ്റൊരു കഥ ആലോചിച്ചിരുന്നെന്ന് ലോകേഷ് കനകരാജ്. എന്നാൽ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ തന്നെ 2 വർഷത്തോളം വേണ്ടിവരുന്നതിനാൽ കഥ മാറ്റിവെക്കുകയായിരുന്നുവെന്നും സംവിധായകൻ പറയുന്നു. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലെത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് കൂലി. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് വിവരം. കോളിവുഡിലെ അടുത്ത് സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലിയെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു. ഇപ്പോഴത്തെ കൂലിക്ക് മുൻപ് രജനീകാന്തിനെ വില്ലനാക്കി മറ്റൊരു കഥ ആലോചിച്ചിരുന്നെന്ന് ലോകേഷ് പറയുന്നു. രജനീകാന്ത് ഓക്കെ പറഞ്ഞ കഥയെന്നാൽ പിന്നീട് ഉപേക്ഷിച്ചുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലോകേഷ് പറയുന്നു. ഫാന്റസി ജോണറിലുള്ള സിനിമയിൽ നായകനായി മറ്റൊരാളെ അന്വേഷിച്ചിരുന്നുവെന്നും ലോകേഷ് കൂട്ടിച്ചേർത്തു. എന്നാൽ സിനിമയുടെ പ്രീ പ്രൊഡക്ഷന് തന്നെ 2 വർഷത്തോളം വേണ്ടിവരുന്നതിനാൽ ആ കഥ മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് ലോകേഷ് പറയുന്നത്. അതേസമയം കൂലിയുടേതായി പുറത്തിറങ്ങിയ 3ാം ഗാനമായ പവർ ഹൌസിന് വലിയ സ്വീകാര്യതയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നത്. അനിരുദ്ധ് സംഗീതമൊരുക്കിയ ഗാനത്തിന് അറിവാണ് വരികൾ എഴുതിയിരിക്കുന്നത്. ഇരുവരും ചേർന്നാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. നേരത്തെ പുറത്തിറങ്ങിയ കൂലിയിലെ 2 ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രത്യേകിച്ച് മോണിക്ക എന്ന ഗാനം. പൂജ ഹെഗ്ഡേക്കൊപ്പം തകർപ്പൻ ഡാൻസ് കാഴ്ചവെച്ച സൗബിൻ ഷാഹിറിന് ഏറെ പ്രശംസയും ലഭിച്ചിരുന്നു. അതേസമയം ഓഗസ്റ്റ് 2 കൂലിയുടെ ട്രെയിലർ പുറത്തുവിടുമെന്ന് ലോകേഷ് കനകരാജ് പറഞ്ഞിരുന്നു. കൂലിക്ക് ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നാണ് നേരത്തെ വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ ട്രെയിലർ എത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകരും ആവേശത്തിലാണ്. അതേസമയം തിയേറ്റർ കളക്ഷൻ പോലെ തന്നെ ഇന്ന് ഒരു സിനിമയ്ക്ക് OTT റൈറ്റ്സും പ്രധാനമാണ്. തമിഴിലെ സൂപ്പർ താരങ്ങളുടെ പല വമ്പൻ സിനിമകളും കോടിക്കണക്കിന് രൂപയാണ് OTT ഡീലുകൾ വഴി സ്വന്തമാക്കുന്നത്. അത്തരത്തിൽ തമിഴിലെ ഏറ്റവും വലിയ OTT റൈറ്റ്സ് കൂലി സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. തമിഴിലെ റെക്കോർഡ് തുകയായ 125 കോടി രൂപയ്ക്കാണ് കൂലിയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോ ആണ് കൂലിയുടെ OTT ഡീൽ സ്വന്തമാക്കിയിരിക്കുന്നത്. കൂലിക്ക് വമ്പൻ ഓഫറുകൾ വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചതും ഏറെ ചർച്ചയായിരുന്നു. ചിത്രത്തിന് 80 കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ നിന്ന് ലഭിച്ചത്. ഇത് ഒരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ്. ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു. കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. ചിത്രത്തിൽ കാമിയോ റോളിലാണ് ആമിർ ഖാൻ എത്തുന്നത്. 15 മിനിറ്റോളം സ്ക്രീൻ ടൈമാണ് ചിത്രത്തിൽ ആമിർ ഖാൻ ഉള്ളത്. ആമിർ ഖാൻ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നുമാണ് വിവരം. 10 ദിവസമാണ് കൂലിക്കായി ആമിർ ഖാൻ ഷൂട്ട് ചെയ്തത്. ആമിറിന്റെ രംഗങ്ങൾ തിയേറ്ററിൽ വലിയ ആവേശമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിലൊരുങ്ങുന്ന ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ, ദുബായ്, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്നാണ് റിപ്പോർട്ടുകൾ. രജനീകാന്തിന്റെ 171ാം സിനിമയായാണ് കൂലി എത്തുന്നത്. നാഗാർജുന, അക്കിനേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. 350 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.